കാർമലിലെ സുന്ദര കുസുമമേ, ഫലസമ്പൂർണമായ മുന്തിരി, സ്വർഗത്തിലെ അന്യാദൃശ്യവും നിർമ്മലയുമായ തേജസ്സേ, ഞങ്ങളുടെ ജീവിതത്തിലുടനീളം അങ്ങ് ഞങ്ങളുടെ സംരക്ഷണത്തിന്റെ കോട്ടയായിരിക്കണമേ. ജൂലൈ 16 പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. എന്താ കർമ്മല മാതാവിന്റെ തിരുനാളിന്റെ പ്രത്യേകത? 1251 ജൂലൈ 16 പരിശുദ്ധ അമ്മ വാനവ ഗണങ്ങളുടെ അകമ്പടിയോടെ ഉണ്ണീശോയോടൊപ്പം വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, എന്റെ സാഹോദര്യത്തിന്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ കർമ്മലോത്തരീയം നീ സ്വീകരിക്കുക. ഇത് ധരിച്ചു മരിക്കുന്നവർ നശിക്കുകയില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപേ കർമ്മല മാതാവ് ഇത് പറഞ്ഞു വെക്കുകയാണ് ഇന്നിന്റെ മക്കളോട് പറയാനുള്ള ഈ സന്ദേശം. ജീവിത വ്യഗ്രതകൾക്കും നൈമിഷിക സുഖങ്ങൾക്കും ലോകത്തിന്റെ മോഹങ്ങൾക്കുമൊക്കെ പിന്നാലെ പോകുന്ന യുവതലമുറയ്ക്ക് കർമ്മല മാതാവിന്റെ ഒരു വലിയ സന്ദേശമാണിത്. ജീവിതത്തിലുടനീളം പാതേയമായി വിശുദ്ധ കുർബാനയും ആത്മാവിന്റെ പോഷണത്തിന് ദൈവവചനവും സാത്താന്റെ കുടിലതന്ത്രങ്ങളെ തകർക്കാൻ ജപമാലയും നമുക്ക് ആവശ്യമായിരിക്കുന്നത് പോലെ നിത്യതയെ പുൽകാൻ കർമ്മലോത്തരീയവും അത്യന്താപേക്ഷിതമാണ്. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം 1322 യോഹന്നാൻ 22 മാർപ്പാപ്പയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് കർമ്മല മാതാവ് മറ്റൊരു വാഗ്ദാനം നൽകി. കൃപാവരങ്ങളുടെ രാജ്ഞിയായ ഞാൻ ശനിയാഴ്ചകൾ തോറും ശുദ്ധീകരണ സ്ഥലത്ത് കടന്നു ചെന്ന് കർമ്മലോത്തരീയം ധരിച്ച് മരിച്ചവരുടെ ആത്മാക്കളിൽ ചില വ്യവസ്ഥകൾ പാലിച്ചവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന്. എന്തൊക്കെയാണ് ആ വ്യവസ്ഥകൾ എന്നല്ലേ? 1. സ്ഥിരമായി ഉത്തരീയം ധരിക്കുക. 2. താന്താങ്ങളുടെ ജീവിത അവസ്ഥകളിൽ ലൈംഗിക വിശുദ്ധി പാലിക്കുക. 3. മാതാവിന്റെ സ്തുതിക്കായി ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ചൊല്ലുക. എന്റെ ആദ്യ കുർബാന സ്വീകരണ ശേഷം ഇന്ന് വരെ ഇടയ്ക്ക് വല്ലപ്പോഴും പൊട്ടിപ്പോയതൊഴിച്ചാൽ എന്റെ കഴുത്തിൽ ഉത്തരീയമുണ്ട്. ഉത്തരീയത്തിന്റെ മറ്റൊരു പേരാണല്ലോ വെന്തിങ്ങ. എന്റെ മമ്മിയുടെ കഴുത്തിലും അമ്മച്ചിയുടെ കഴുത്തിലും ഞാൻ വെന്തിങ്ങ കണ്ടിട്ടുണ്ട്. അവര് ഇപ്പോഴും അത് ധരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ മാതൃകയാവാം, ആ പ്രചോദനമാവാം ഇന്നും വെന്തിങ്ങ ധരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. പ്രിയമുള്ള അമ്മമാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് തന്നെയാ. നിങ്ങൾ നിങ്ങളുടെ കഴുത്തിൽ വെന്തിങ്ങ ധരിക്കുക. പരിശുദ്ധി അമ്മ എപ്പോഴും നിങ്ങളെ കാത്തുകൊള്ളും. ജപമാലയും വെന്തിങ്ങയും ധരിക്കുന്നവരാവുക. എന്നിട്ട് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, മക്കളെ നിങ്ങൾ ഇത് ധരിക്കുക, പരിശുദ്ധി അമ്മ നിങ്ങളെ കാത്തുകൊള്ളും എന്ന്. പ്രിയമുള്ള സന്യാസിനി സഹോദരങ്ങളെ, സന്യാസ ജീവിതത്തിന്റെ സഹനങ്ങൾക്കും പ്രതിസന്ധികൾക്കും മുൻപില് അടിപതറി പോകാതിരിക്കാൻ പരിശുദ്ധി അമ്മ നിങ്ങളെ സഹായിക്കും. ഉത്തരീയം ധരിക്കുക. കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് പിതാവ് അല്ലെങ്കിൽ അച്ഛൻ കൊന്തയും വെന്തിങ്ങയും നിങ്ങൾക്ക് വെഞ്ചരിച്ച് തന്നിട്ടില്ലേ? അത് നിങ്ങളുടെ കഴുത്തിൽ ധരിക്കുക. നിങ്ങളുടെ ചിന്തയെ പ്രകാശിപ്പിക്കാൻ, ബുദ്ധിയെ പ്രകാശിപ്പിക്കാൻ പരിശുദ്ധി അമ്മ നിങ്ങളെ സഹായിക്കും. പഠിച്ച കാര്യങ്ങളൊക്കെ അമ്മ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.